അബോധ മനസ്സും ഉപ്പാന്റെ ബോധ മനസ്സായിട്ട് വ്യത്യാസം ഉണ്ടല്ലോ. നമ്മളെന്ന് പറയുമ്പോൾ ഈ ശരീരമായിട്ട് ഞാനിതാണെന്ന് പറഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. നമ്മുടെ കുടുംബം അപ്പൊ ഈ തലത്തിലാണ് നമ്മൾ കുടുംബം ഇതൊക്കെ ആയിട്ടുള്ളത്. ഉപ്പാന്റെ തലം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ. ഇല്ല, എൻ്റെ തലം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളുടെ തലത്തിലായിരുന്നു മുമ്പ്. ഞാൻ ഈശ്വരനെ കണ്ടുമുട്ടിയപ്പോൾ, അള്ളാഹുവിനെ കണ്ടുമുട്ടിയപ്പോൾ, അള്ളാഹു ആയിരിക്കണം കേട്ടോ നിങ്ങളെ ഗുരു, അല്ലെങ്കിൽ ഈശ്വരനായിരിക്കണം. അത് ബാഹ്യമായ ഒരു മനുഷ്യനാവരുത് ഗുരു. മനുഷ്യൻ പോരാ, ഗുരു ഈശ്വരനായിരിക്കണം, അല്ലെങ്കിൽ ഭഗവാനായിരിക്കണം, അല്ലെങ്കിൽ ലാ ഇലാഹ ആയിരിക്കണം. ആരായിരിക്കണം? അശ്വതം ലാ ഇലാഹ ആയിരിക്കണം ഗുരു. ശിവനായിരിക്കണം, അർദ്ധനാരീശ്വരനായ ശിവനായിരിക്കണം. അല്ലാതെ മനുഷ്യൻ ആയപ്പോലെ. കൃഷ്ണൻ മനുഷ്യനല്ല, ദൈവമാണ്, ഈശ്വരനാണ്. രാമനും മനുഷ്യനല്ല, യേശുവും മനുഷ്യനല്ല, ദൈവപുത്രനാണ്, ദൈവമാണ്. തൻ്റെ ബീജത്തിലൂടെ ഭൂമിയിൽ ഇറങ്ങി വന്ന് ഇതിനാ ദൈവപുത്രൻ എന്ന് പറഞ്ഞു. മുഹമ്മദും ആ പ്രകാശം ഇറങ്ങി വന്ന സഹീബുക്കും ആ പ്രകാശം നക്ഷത്രം ഇറങ്ങി വന്ന ആ പ്രകാശമാണ് മുഹമ്മദും. ഞാനും അതുപോലെ ആ പ്രകാശത്തിൽ എന്നെ കൊണ്ടിട്ട് പ്രപഞ്ചനാഥൻ, ആ പ്രകാശമായിരുന്നു, ജ്യോതിയായിരുന്നു ഞാൻ. ആ ജ്യോതി പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ച് അർദ്ധനാരീശ്വരനായ, ഉപനിഷത്ത് പറഞ്ഞ് അർദ്ധനാരീശ്വരനായ ശിവസ്വരൂപമായി, അശ്വതു അല്ല ഇലാഹായി, ശാസ്ത്രം പറയുന്ന പ്രപഞ്ചമായി സ്വരൂപം എടുത്തു വന്നത് ഞാൻ പ്രപഞ്ച സ്വരൂപനാണ്. അതാണ് ദൈവസ്വരൂപം. ആ ദൈവസ്വരൂപത്തിലേക്ക് ആ ജ്യോതി പ്രകാശം ബീജമായി ഇറങ്ങി വന്ന നാരിയാങ്കർഭമായ ഭൂമിയിലേക്ക്, എന്നിട്ട് ശിവന്റെയും ഇലാഹിൻ്റെയും ചെറുരൂപത്തിൽ ദൃശ്യമായ ശിവൻ അവതരിച്ച അവതാരവും ഇലാഹിൽ നിന്ന് ദൃശ്യമായ പിറന്ന ഇല്ലല്ലയും മന്ന മുഹമ്മദ് റസൂലുള്ളയും ഞാൻ, അതാണ് ദൈവം. അപ്പോൾ യേശു പറഞ്ഞ ദൈവം എന്ന് പറഞ്ഞത് ശിവനും ഇലാഹുമാണ്. ആ ശിവനും ഇലാഹുമായ ദൈവത്തിൽ നിന്ന് പിറന്ന ദൈവത്തിൻ്റെ പുത്രനാണ്. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ വേറെയല്ല, ദൈവമാണ്. രാജാവിൻ്റെ പുത്രൻ രാജകുമാരനല്ലേ? ബ്രാഹ്മണന്റെ പുത്രൻ ബ്രാഹ്മണനല്ലേ? ഓൻ വേറൊന്നാവോ? തങ്ങളുടെ മകൻ തങ്ങളാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? എന്ന പോലെ ദൈവപുത്രൻ എന്ന് പറഞ്ഞത് ദൈവം തന്നെയാണ്. അപ്പോൾ ശിവനും ഇലാഹും ദൃശ്യമായ പുനർജനിച്ചുള്ള ശിവ അവതാരവും ഇലാഹെന്ന് പറഞ്ഞ ഇല്ലല്ലയുമാണ് ഞാൻ നിങ്ങളെ ഈ തരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അർദ്ധനാരീശ്വരനായ ശിവനും ഇലാഹുമാക്കി തീർക്കും നിങ്ങൾ. ആ ശിവാവതാരവും ഇലാഹെന്ന് പറഞ്ഞ ഇല്ലല്ലയുമാക്കി തീർക്കും. അല്ലാതെ ഒരു മനുഷ്യനല്ല നിങ്ങളെ ആക്കുക. ഞാനും മനുഷ്യ തലത്തിൽ നിന്ന് പ്രപഞ്ചനാഥൻ്റെ തലത്തിലേക്ക് ചെന്ന് ആ പ്രപഞ്ചനാഥനായിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ഒരു ഗുരു, ഇവിടുത്തെ വിഷയം നിങ്ങൾ ഈ ദൈവത്തെ, ഈശ്വരനെ, ഭഗവാനെ, അള്ളാഹുവിനെ കണ്ടുമുട്ടണം. അള്ളാഹു ആയവന്, ഈശ്വരനായവന്, ദൈവമായവന് കണ്ടുമുട്ടണം. അല്ല ഒരു മനുഷ്യനെ കണ്ടുമുട്ടിയാൽ പോരാ. അവൻ ഗുരുവോ ഷേക്കോ സ്വാമിയോ എന്ത് പേര് പറഞ്ഞാലും അതുപോരാ. അവൻ ഈശ്വരനായിരിക്കണം, അവൻ അള്ളാഹു ആയിരിക്കണം, അർദ്ധനാരീശ്വരൻ ശിവനും ഇലാഹുമായിരിക്കണം. അല്ലാതെ മനുഷ്യനെ കണ്ടുമുട്ടിയാൽ പോരാട്ടോ. നിങ്ങൾ വലിയെന്നോ ഷേക്കെന്നോ കാവ്യവും കുറിയും എല്ലാം തൊട്ട് മനുഷ്യൻ വേഷം കെട്ടി കൊണ്ടാവില്ല. ആ ഈശ്വരനെയും അല്ലെങ്കിൽ ഭഗവാന്, ദൈവത്തെ, ആ ഇലാഹിൽ നിന്ന് ദൃശ്യമായി ഇല്ലല്ലയെ തന്നെ കാണണം. അപ്പോൾ അവൻ അദൃശ്യതയിൽ നിന്ന് ഞാൻ കാണിക്കുന്ന പോലെ ആ പ്രകാശത്തിൽ നിന്ന് രൂപാന്തരപ്പെട്ട് വികസിച്ച് വന്ന അർദ്ധനാരീശ്വരനായ ശിവനെയും ഇലാഹിനെയും രൂപാന്തരപ്പെടുത്തി കാണിച്ചു തരും നിങ്ങൾക്ക്. അതെല്ലാം കണ്ടറിഞ്ഞ് നിങ്ങൾ
ആ തലത്തിലൂടെ സഞ്ചരിച്ച് രൂപപ്പെട്ട് ആ ഇലാഹിൻ്റെയും ശിവൻ്റെയും ഗർഭമായ ശരീരത്തിൻ്റെ ഉള്ളിൽ, സ്വരൂപത്തിൻ്റെ ഉള്ളിൽ ഗർഭമായ ഭൂമിയിലേക്ക് ആ ജ്യോതി തന്നെ ബീജമായി വന്നുകൊണ്ട് ഇലാഹ് എന്ന് പറഞ്ഞ ഇല്ലല്ലയും ശിവൻ്റെ അർദ്ധനാരിയിൽ നിന്ന് ദൃശ്യമായ പുനർജനിച്ച ശിവാവതാരവുമായി നിങ്ങളെ ഇരുത്തും ഞാൻ. മനുഷ്യതലത്തിൽ നിന്ന് ശിവാവതാരവും ഇലാഹ് എന്ന് പറഞ്ഞ ഇല്ലല്ലയും എന്നെ 3 റസൂലയാക്കി തീർക്കും. അപ്പോൾ നിങ്ങൾ, നമ്മുടെ വിഷയം, നിങ്ങൾ ഈശ്വരനെ അല്ലെങ്കിൽ ഭഗവാനെ, ദൈവത്തെ, അള്ളാഹുവിനെ കണ്ടുമുട്ടണം. അല്ല ഒരു മനുഷ്യനായ ആളെ കണ്ടുമുട്ടിയിട്ട് കാര്യമില്ല. അത് മനുഷ്യതലത്തിലേ അവർ കൊണ്ടുപോകുള്ളൂ. ദൈവത്തെ കണ്ടുമുട്ടിയാൽ ദൈവതലത്തിലേക്കും കൊണ്ടുപോയി ദൈവികമാക്കി തീർക്കും.